ഹലോ ഹായ് ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ ന്യൂസപ്പനിടയിൽ നിന്നും വിട പറയുകയാണ്. നല്ല പൊരിവെയിലത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചും നല്ല രീതിയിൽ നടത്തിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ന്യൂസപ്പനിടയിലെ ബീച്ചുകളും ഡയമണ്ട് ബീച്ചിനോടും എല്ലാം വിട പറഞ്ഞ് പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം എല്ലാവരും ഞങ്ങൾ ക്യൂ ആയിട്ട് നിൽക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഈ ആളുകളെല്ലാം കൂടി നിൽക്കുന്നത്. ഒരു ഫെറിക്കകത്ത് തന്നെ ഒരു 125 പേരോളം നിൽക്കും. നമ്മളത് നല്ല വെയിറ്റ് ചെയ്തു. ഒരു 1 അവറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇനി ഫെറിയിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പം എന്തോ അവിടെ നിന്നെങ്ങാണ്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ്. നല്ല വെയിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ കുടയും ഓരോ ക്യാപ്പും ഇല്ലെങ്കിൽ അവരോരോ കാര്യം തീർന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും ലഗേജുകളും എല്ലാം വാരിത്തൂക്കി ഞങ്ങളുടെ ഫെറിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ ഞങ്ങളും ഏതെങ്കിലും ഒരറ്റത്ത് പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയ എഴുന്നേറ്റപ്പോൾ ആ സ്ഥലം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, നല്ല ക്ലീൻ വാട്ടറാണ് കേട്ടോ. നമ്മളിവിടത്തെ പോലെ ചപ്പ് ചവറുകളൊന്നും അവിടെ എങ്ങുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. അങ്ങനത്തെ നമ്മുടെ ഇവിടത്തേക്ക് തന്നെ എയർപോർട്ട് പോലെയാണ് കേട്ടോ. അവിടെയും നമ്മുടെ അകത്തൂടെ കയറി വന്ന് അവർ ടിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ചോദിക്കും. അപ്പോൾ അതെല്ലാം കാണിച്ച് ഇനി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ദാ വരുന്നുണ്ട്. അപ്പം ഞങ്ങളും പടിപടിയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണമുണ്ട്. ക്ഷീണത്തിൻ്റെ ഇടയിൽ ഒന്ന് സ്പായൊക്കെ ചെയ്യണമെന്ന് പലരിലെയും മനസ്സിലേക്ക് ചിന്ത വന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്പായ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എവിടെ പോകണം, ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തും വരട്ടെ എന്നും പറഞ്ഞ് എല്ലാവരും ജോയിൻ ചെയ്തു. കൽപ്പിക സ്പാ എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്കാണ് ഞങ്ങൾ എല്ലാവരും പോയത്. ആരും തന്നെ ഒഴിച്ചുകൂടിയില്ല, എല്ലാവരും ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ദാ ഇവിടെ വന്നിരിക്കുകയാണ്. ദാ റെഡ് ടീഷർട്ട് ഇട്ട ചേച്ചിമാരാണ് സ്പായ്ക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി സ്പാ റൂമിലേക്ക് കയറിയിട്ട് ഇതാണ് ഞാനും രേഷ്മയും കൂടി സ്പാ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന റൂം. ബാത്ത് ടബ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. പോരാത്തതിന് നല്ല ഓയിലാണ്, നല്ല ഓർഗാനിക് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് അവർക്ക് നമ്മൾ ബോഡി ഫുൾ മസാജ് ചെയ്യുന്നത്. നമ്മുടെ കാല്, കൈ, മുഖം, തലയ്ക്കൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. മറ്റേ ATV റൈഡൊക്കെ കഴിഞ്ഞ് നടുവൊക്കെ ഒരു പഴുതിയായിരുന്നതാണ്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു 2000 രൂപയാവും. അതിനുശേഷം ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നും ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് പോയി കഴിച്ചത്. അപ്പം നമുക്ക് സ്ട്രീറ്റ് ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊന്നും ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം വിചാരിച്ചു എന്തായിരിക്കും ദൈവമേ ഇവിടത്തേക്ക് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ എന്തും വരട്ടെ എന്നും പറഞ്ഞ് ഒരു തലതിരിച്ചാണ് കാണുന്നതെങ്കിലും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞു. അപ്പം ഓരോന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വരുന്നു. ഇതിൻ്റെയൊക്കെ പേര് കൂടെ പറയൂ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ രസമൊക്കെ ഉണ്ട്. കഴിച്ചു ഞങ്ങൾ കുറച്ച് ലോക്കൽ സെറ്റപ്പിൽ നിന്ന് നോക്കിയപ്പം കുറച്ച് പേര് അവർക്ക് നൂഡിൽസ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ വന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഷോപ്പാട്ടോ ഇത്. അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ അവിടെ എന്തോ ഉണ്ട്, ഗംബകോ ചിക്കനല്ലേ അല്ലേ? കൊള്ളാവോ കൊള്ളാവോടാ? ചേച്ചിയുടെ റിയാക്ഷനിലൂടെ തന്നെ നമുക്ക് എന്താണെന്ന് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അത്രയ്ക്ക് വകയ്ക്ക് കൊള്ളത്തില്ല. അതിനുശേഷം നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ സുന്ദരിക്കുട്ടി ഇത് സർപ്രൈസ് ആയിട്ട് അകത്തങ്ങാണ്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നല്ല അടിപൊളി ഒരു കേക്കിന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചിക്കൊരു സർപ്രൈസാണ് കേട്ടോ. ചേച്ചിയും മോളും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്ക് ഈ ബർത്ത്ഡേ ഒരു വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങളെ റൂമിലോട്ട് വിളി.
അങ്ങനെ ഞങ്ങൾ ആ ബർത്ത്ഡേ അങ്ങ് ആഘോഷമാക്കി കേട്ടോ. ആ ഹോട്ടൽസിലുള്ളവർ ഞങ്ങളെ പറഞ്ഞു വിടാത്തത് കാര്യമായി. അങ്ങനെ ചേച്ചിയുടെ സന്തോഷവും ഞങ്ങളുടെ സന്തോഷവും എല്ലാം കൂടി ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ ആസ്വദിച്ചൊരു കേക്കും അങ്ങ് കഴിച്ചു കേട്ടോ. കുറച്ചധികം ദിവസമായി ഞങ്ങൾ മധുരമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ എന്തായാലും ഇതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി. ഇനി ഞങ്ങൾ റൂമുകളിലേക്ക് ഉറങ്ങാനായിട്ട് പോവുകയാണ്. രാവിലെ തന്നെ അടുത്ത ട്രിപ്പുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.